ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പശ്ചാത്തപിക്കുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള ഒരവസരമാണല്ലോ നോയമ്പ് കാലം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾക്കായി നൽകപ്പെടുന്നത്. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് മാനസാന്തരം. നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മൾക്ക് സ്വയമേ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതിനായി പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും ശക്തിയും നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ഇറങ്ങുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുവിൻ. അവിടെ നടക്കുവാനിരിക്കുന്ന വലിയ പന്തക്കുസ്ത ദിനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഈ ആഹ്വാനം ശിഷ്യന്മാർക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മളിൽ തെളിയും. ഈശോയുടെ സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം ഇതാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാനുമായി ഈ നോയമ്പ് കാലത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.